ഗണേശന്റെ ഭക്തരാണെങ്കിൽ ഗണേശന്റെ കഥകൾ പറയും. അതുപോലെ സ്വാമിയുടെ ഭക്തരാണെങ്കിൽ സ്വാമിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. അവരുടെ മനസ്സിലെപ്പോഴും ഭക്തി മാത്രം ഉണ്ടായിരിക്കും. അവരുടെ മനസ്സെപ്പോഴും നിറഞ്ഞിരിക്കുന്ന കാരണം അവർ മുഖത്ത് നോക്കിയ ഒരു ചൈതന്യം ഉണ്ടാവും. അങ്ങനെയാണ് ഭക്തന്മാരുടെ പ്രത്യേകത. പിന്നെ അപ്പോൾ എല്ലാവരും നല്ല ഭക്തിയുള്ളവരാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാവണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. നാമം ജപിക്കണം. നാമം ജപിച്ച് മനസ്സ് ശുദ്ധമാക്കണം എന്നാണ് ഞങ്ങളുടെ ആചാര്യൻ ഞങ്ങളോട് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കുളിക്കും, സോപ്പൊക്കെ തേക്കും, ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ചേച്ച് സുന്ദരികളൊക്കെ ആവും, സുന്ദരന്മാരൊക്കെ ആവും. പക്ഷെ മനസ്സിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. മനസ്സിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നാമം തന്നെ ചെല്ലണം. നാമം ജപിച്ച് മനസ്സിനെ ബലപ്പെടുത്തണം. അപ്പോൾ മനസ്സിനൊരു ആത്മവിശ്വാസം വരും, ഒരു ധൈര്യം വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊന്നും ഒരു ചെറിയ പ്രശ്നങ്ങളൊന്നും വന്നാൽ ആരും തളരില്ല. മനസ്സിന് ബലം ഉണ്ടെങ്കിൽ, മനസ്സിന് ബലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലോണം നാമം ജപിച്ച് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ടിരിക്കാം. നിങ്ങളുടെ സ്വാമി പറയും, ഒരു ബക്കറ്റിൽ കുറച്ച് കലങ്ങിയ വെള്ളം വെച്ചിട്ട് ഒരു പൈപ്പായിട്ട് തുറന്നു വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ പോയി ആ കലങ്ങിയ വെള്ളം മുഴുവൻ പോയി അവസാനം അതിൽ തെളിഞ്ഞ വെള്ളം തന്നെയാവും. അതുപോലെയാണ് നമ്മുടെ മനസ്സിപ്പോൾ കലങ്ങിയ വെള്ളമായിട്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ശുദ്ധജലം ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ, അങ്ങനെ നാമജലം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കാര്യം എനിക്ക് പറയാനും എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ ഒരു ദിവസം നാരദ മഹർഷി ശിവഭഗവാനും മക്കളൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കുടുംബസമേതം. ആ സമയത്ത് നാരദ മഹർഷി ഒരു പഴം കൊണ്ടുവന്ന് ശിവഭഗവാൻ കൊടുത്തു. ബ്രഹ്മദേവനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അത് ജ്ഞാനപ്പഴല്ലേ, അത് സുബ്രഹ്മണ്യന് കൊടുത്തോളൂ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഗണേശന് ദേഷ്യം വന്നു. ഗണേശന് കുറച്ച് ദേഷ്യം. ആനയുടെ തലയാണ്. ആനയ്ക്ക് എങ്ങനെയാണ്, ആനയ്ക്ക് ഒരു പക വന്നാൽ ആന ആ പക ആ ആളേനെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടാവും. പിന്നെ താപ്പ് കിട്ടിയ ആന ആ പക വിട്ടും ചെയ്യും. അതുപോലെ തന്നെയാണ്